അപ്പോ നമുക്കൊരു പുതിയ മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നു, പുതിയൊരു മന്ത്രിസഭ ഉണ്ടായിരിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നമ്മൾ കേട്ടു. നമ്മൾ വളരെ സന്തോഷത്തിലാണ്. ആവേശം നൽകുന്ന ചില തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കേരളീയർ ഇന്ന് സന്തോഷത്തിലാണ്. കേരളം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ അത്ര ശുഭകരമല്ലാത്ത ചില സംഗതികൾ കൂടി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കാണുകയാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു MLA-യുടെ ശമ്പളമായിട്ട് വെബ്സൈറ്റിൽ കാണുന്നത് അടിസ്ഥാന ശമ്പളം 2000 രൂപയാണ്. എന്നാൽ പലതരത്തിലുള്ള അലവൻസുകളൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു മാസം 70,000 രൂപ ആ MLA വാങ്ങും എന്ന് വെബ്സൈറ്റ് പറയുന്നു. അപ്പൊ ആ 70,000 എങ്ങനെ വരുന്നത് നോക്കുമ്പോഴാണ് ഇതിലെ ചില കളികൾ, ചില സംഗതികൾ മനസ്സിലാവുന്നത്. അതിലൊന്ന് ടെലിഫോൺ അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 11,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയ കണക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഗതി പറയുന്നത്, ഇപ്പൊ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ട് എൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോ എയർടെലിന്റെ ഒരു കണക്കാണ്. ഇതിൽ 399 രൂപ ഞാൻ കൊടുത്താൽ 28 ദിവസത്തേക്ക് എനിക്ക് അൺലിമിറ്റഡ് കോളാണ്, അൺലിമിറ്റഡ് 4G 5G ഡാറ്റയും കാണിക്കുന്നതിനകത്ത്. അത് 28 ദിവസത്തേക്കുള്ള കണക്കാണ്. ഇനി ഇവിടെ ഒരു 1029 രൂപ ഞാൻ കൊടുക്കുകയാണെങ്കിൽ 84 ദിവസത്തേക്കാണ് കേട്ടോ. അത് പെർ ഡേ 2 GB ഡാറ്റ കിട്ടും, കോള് അൺലിമിറ്റഡ് ആണ്. ഇനി മറ്റൊന്ന് കുറച്ചുകൂടെ താഴെ വന്നു കഴിഞ്ഞാൽ 3999 രൂപ ഞാൻ കൊടുത്താൽ അത് 365 ദിവസം അഥവാ ഒരു വർഷത്തേക്കാണ്. 2.5 GB പെർ ഡേ ഡാറ്റ കിട്ടും, അൺലിമിറ്റഡ് കോളാണ്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്തിനാണ് 11,000 രൂപ ഒരു MLA-ക്ക് കൊടുക്കുന്നത് ഫോൺ അലവൻസ് എന്ന് പറഞ്ഞിട്ട്? ഇത് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കേണ്ട സംഗതിയാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും അയാളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവും. ആ മൊബൈൽ ഫോണ് അയാൾ കൃത്യമായിട്ട് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷെ ഒരു മാസത്തേക്കായിരിക്കും, ഒരു കൊല്ലത്തേക്കായിരിക്കും, ചിലർക്ക് ആജീവനാന്തം ചെയ്യുന്നുണ്ട്, ആവശ്യാനുസരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിക്കവാറും എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നതാണ് ഈ മൊബൈൽ ഫോൺ എന്ന സാധനം. മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ഉണ്ടായിരിക്കെ അത് MLA ആയാലും ഇനി MLA-യുടെ പറ്റു ജീവികളായി കുറെ ഉണ്ടാവുമല്ലോ. ഇപ്പോ MLA-യുടെ PA ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും, മന്ത്രിമാർക്ക് കുറെ സ്റ്റാഫ് അതിന്റെ കൂടെയൊക്കെ ഉണ്ടാവും. ഈ പറ്റു ജീവികൾക്ക്, ഇത്തിക്കണ്ണികൾക്കൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട്. അവരതൊക്കെ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സാധനം മതി. അൺലിമിറ്റഡ് കോളാണ്, അൺലിമിറ്റഡ് ഡാറ്റയാണ് ഒക്കെ കിട്ടുന്നത്. അത് ഉപയോഗിച്ചാൽ പോലെ ഇവർക്കൊക്കെ. ഇതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ. പിന്നെ എന്തിനാണ് ഈ 11,000 രൂപ? ഇപ്പൊ മന്ത്രിയല്ലേ, MLA അല്ലേ, ഇന്റർനാഷണൽ കോളുകൾ ഉണ്ടാവും, വലിയ വലിയ ആവശ്യങ്ങൾ ഉണ്ടാവും, നെറ്റ് കൂടുതൽ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും. അതൊക്കെ ആയാൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. അതിനൊക്കെ വളരെ കുറഞ്ഞ പൈസ മുടക്കേണ്ടതുള്ളൂ. അങ്ങനെയൊക്കെ ആവുമ്പോൾ 11,000 രൂപ ഒരു MLA-ക്ക്, 140 MLA-മാരുണ്ട് നമുക്ക്, 140 × 11,000 ഒരു മാസം കൊടുക്കുകയാണ്. അതൊക്കെ എന്തിനാണ് ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ചെലവ് ചുരുക്കാൻ ശ്രമിക്കുന്ന പുതിയ മന്ത്രിസഭ, പുതിയ മുഖ്യമന്ത്രി ആ കാര്യം ഗൗരവത്തിൽ എടുക്കും തന്നെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.